നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തു പറയാനാ മോളെ, ഈ വീട് ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കല്ലേ. പൊന്നുമണി എന്തിയമ്മേ? ഇവിടെയുണ്ട്. ഒന്ന് ഫോൺ കൊടുത്തേ. ശരി മോളെ, ഞാൻ കൊടുക്കാം. ദാ അക്ഷരമോള. ഹലോ ചേച്ചി. എന്താടി ഇത്? ഒരുമാതിരി വെള്ളത്തിൽ വീണ പൂച്ചക്കുഞ്ഞിനെ പോലെ. ഒന്നുമില്ല ചേച്ചി, എന്റെ കുഞ്ഞിനെ ഞങ്ങൾ തേടി പിടിച്ച് കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞില്ലേ? നീ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ നാളെ മുതൽ പഠിക്കാൻ പോണം കേട്ടോ. നമ്മളെ തോൽപ്പിച്ചൊന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്നവരുടെ മുന്നില് നമ്മളെ തോറ്റിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ലേ, നീ തനിച്ചല്ല, ഞങ്ങളെല്ലാവരും നിനക്കൊപ്പമുണ്ട്. കുഞ്ഞിനെ അങ്ങനെ ഒരുപാട് നാളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ ആർക്കും ആവില്ല. നമ്മൾ കണ്ടെത്തും. അതുകൊണ്ട് തുടങ്ങി വെച്ച പഠനം വീണ്ടും ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. ക്ലാസ്സിന് പോണം കേട്ടല്ലോ? പോയിക്കോളാം ചേച്ചി. എങ്കിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മിടിക്കായിട്ടിരിക്കെ, ഞാൻ വിളിച്ചോളാം. ആരുമായിട്ടായിരുന്നു ഫോൺ സംഭാഷണം? ഞാൻ പൊന്നുമണി ഒന്ന് വിളിച്ചതായിരുന്നു. പാവം, ആകെ ഡെസ്പാ. ഇടയ്ക്കൊന്ന് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലേ അവള് ഡിപ്രഷനിലേക്ക് പോവും. അത് ശരിയാ. ഈ ചെറിയ പ്രായത്തിൽ താങ്ങാവുന്നതിന്റെ അപ്പുറം അനുഭവിച്ചു കഴിഞ്ഞില്ലേ അവള്. പഠിത്തം മുടക്കരുത്. അടുത്ത ദിവസം മുതൽ ക്ലാസ്സിന് പോണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോകാമെന്ന് സമ്മതിച്ചിട്ടാ ഫോൺ വെച്ചത്. മാലയിട്ട് നോമ്പ് നോറ്റ് മല കയറി. പക്ഷേ അയ്യപ്പസ്വാമി ചതിച്ചു അല്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. ജീവൻ പോലും നഷ്ടപ്പെടുമായിരുന്ന ഒരു അപകടത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചില്ലേ. പിന്നെ കുഞ്ഞിന്റെ കാര്യം, ഇതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രം. ഇത്തരം പ്രതിസന്ധികളിലൂടെയും പരീക്ഷകളിലൂടെയല്ലേ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാലും ഇത് ഇത്തിരി കടന്നുപോയി. പാവപ്പെട്ടവരെ ഇങ്ങനെയിട്ട് വട്ടം ചുറ്റിക്കുന്നത് ദൈവത്തിനൊരു തമാശയായിരിക്കും അല്ലേ? അങ്ങനെ കരുതണ്ട. ഓരോ ജന്മത്തിലും നമ്മൾ അനുഭവിച്ചു തീർക്കേണ്ട കർമ്മഫലങ്ങളുണ്ട്. അപ്പോഴൊക്കെ മനസ്സ് കൈവിട്ടു പോവാതെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു സുഹൃത്തേ ഉള്ളൂ. അത് ഭഗവാൻ മാത്രം. ഇതെനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ അമ്മയാ. അതും ശരിയാ. ഇതും ഒരു പരീക്ഷണ കാലമാ. ഈ കാലവും കടന്നുപോകും. പക്ഷേ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീണുകൊണ്ടിരിക്കുക. നിന്റെ ഡാഡിയും നമ്മളും തമ്മിൽ ഒരുപാട് അകന്നു പോകുന്നു. ഒഴുക്കിൽപ്പെട്ട് ഇരു കരകളിലേക്കും അകന്നു പോകുന്നു. അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ഡാഡിക്കൊരു തിരിച്ചറിവുണ്ടാകുമ്പോ അകന്നു പോയ ബന്ധങ്ങളൊക്കെ താനെ അടുത്ത് വന്നോളും. ഇപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് മറഞ്ഞു നിന്ന് നമ്മളെ ആക്രമിക്കുന്ന ശത്രുവിനെ അത് എത്രയും വേഗം വേണം. നമ്മൾ കരുതുന്ന പോലെ ആ ശത്രു വിശാലോ അപ്പച്ചിയൊന്നും ആയിരിക്കണമെന്നില്ല, മറ്റാരോ ആണ്. അതെ, പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ ഒളിവിലിരിക്കുമ്പോഴേ എനിക്കിത് തോന്നിയതാ. അന്നേ സിദ്ധാർത്ഥൻ എനിക്ക് മുന്നറിയിപ്പ് തന്നതാ, ഒപ്പം സഞ്ചരിക്കുന്ന ഒരു ശത്രു നമുക്കുണ്ടെന്ന്.